നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 62/2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് 41 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 41ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? ആരാ? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ്ണ ജാഥ നടത്തി. അത് ശരിയാണോ? അത് തെറ്റായ പ്രസ്താവന കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്ന് തെറ്റാന്ന് പറഞ്ഞാൽ ഇതും വെട്ടാം, ഇതും വെട്ടാം, ഡിയും ക്യാൻസലാക്കാം. എന്തുകൊണ്ടാണ് തെറ്റിയത്? സവർണ്ണജാഥ നടത്തിയത് കെ കേളപ്പനാണോ? അല്ല അല്ലേ, മന്നത്ത് പത്മനാഭനാണ് എന്ത് നടത്തിയത്? സവർണ്ണജാഥ നടത്തിയത്. എന്തുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് സവർണ്ണജാഥ നടത്തിയത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ കെ കേളപ്പനല്ല, മന്നത്ത് പത്മനാഭനാണ്. പിന്നെന്താ? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് അല്ലേ സവർണ്ണജാഥ നടത്തിയത്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്, മന്നത്ത് പത്മനാഭനാണ്. പിന്നെന്താ അടുത്ത പോയിന്റ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അത് ശരിയാണോ? അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ. 2 ശരിയാണ്. 2 ശരിയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എ ആണ് ആൻസർ എന്നുള്ളത് കിട്ടി. അപ്പോൾ എന്താ? ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഏതാ വർഷം? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വർഷം ഏതാ? 1936. പിന്നെ മൂന്നാമത്തത് 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. അതും ശരിയാണ് അല്ലേ. പാലിയം സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ്? 1947-48 കാലത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് പാലിയം സത്യാഗ്രഹം ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്? ചെന്നമംഗലം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണല്ലേ നടന്നത്. ചെന്നമംഗലം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചെന്നമംഗലമൊക്കെ. പിന്നെ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? സി കേശവൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ. സി കേശവൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? പാലിയം സത്യാഗ്രഹം നടന്നത്. വർഷം ഏതാ? 1947-48 കാലഘട്ടത്തിൽ അല്ലേ. അതേപോലെ നാലാമത്തത് എന്താ പറയുന്നത്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? മാർത്താണ്ഡവർമ്മയാണോ? അല്ല. അതാരാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ് അല്ലേ. വേലുത്തമ്പി ദളവയാണ്. ഏത് വർഷമാണ്? 1809 അല്ലേ. 1809. ഡേറ്റ് ഏതാ? 1809 ജനുവരി 11-ാം തീയതിയാണ് കേട്ടോ. 1809 ജനുവരി 11-ാം തീയതിയാണ് എന്ത് വിളംബരം ഉണ്ടായത്? കുണ്ടറ വിളംബരം. ആര് പുറപ്പെടുവിച്ചതാ? വേലുത്തമ്പി ദളവ. 43ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാ? ആദ്യ ഇന്ത്യക്കാരൻ ആരാ? അമർത്യ സെൻ ആണ് കേട്ടോ. അമർത്യ സെൻ ആണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അമർത്യ സെൻ ആണ്. പിന്നെ ഇവിടെ അഭിജിത്ത് സെൻ അല്ല കേട്ടോ. അഭിജിത്ത് ബാനർജിയാണ്. ഇതിൻ്റെ ഈ സെന്ന് മാറ്റിക്കഴിഞ്ഞാൽ അഭിജിത്ത് ബാനർജിക്ക് ഇന്ത്യക്കാരൻ തന്നെയാണ്. ഏതാ വർഷം കിട്ടി? 2019 കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാം ന്യൂ SCERTയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ന്യൂ SCERTയിലുള്ളതാണ്. അമർത്യ സെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അഭിജിത്ത് ബാനർജിക്ക് കിട്ടിയ വർഷം എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ അഭിജിത്ത് ബാനർജിയുടെ കൂടെ 2 പേർക്കും കൂടിയും കിട്ടിയിട്ടുണ്ട്. എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രമർ എന്ന വ്യക്തിക്കും എസ്തർ ഡുഫ്ലോ എന്ന വ്യക്തിയും പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാരനായതുകൊണ്ട് നമുക്ക് അഭിജിത്ത് ബാനർജിയെ കൂടുതൽ പഠിക്കണം. 2019. പക്ഷേ ഈ എസ്തർ ഡുഫ്ലോൻ്റെയും മൈക്കൽ ക്രമറിൻ്റെയും പേരൊക്കെ പുസ്തകത്തിലുണ്ട് കേട്ടോ. അപ്പോൾ 2019 കിട്ടിയത് ആർക്കാണ്? അഭിജിത്ത് ബാനർജിക്കാണ്. ആദ്യമായി കിട്ടിയത് 1998 കിട്ടിയത് അമർത്യ സെന്നാണ്. 2019 കിട്ടിയത് അഭിജിത്ത് ബാനർജിക്കാണ്. പിന്നെന്താ? 44ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാ? പൊയ്കയിൽ യോഹനാനാണല്ലേ. പൊയ്കയിൽ യോഹനാനാണ്. 1 C ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും വെട്ടാം. പിന്നെ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? വാഗ്ഭടാനന്ദനാണല്ലേ. ആരാ സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ 2 D ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും വെട്ടാം. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി B ആണെന്നുള്ളത്. പിന്നെ അരേ സമാജം സ്ഥാപിച്ചത് ആരാ?
പണ്ഡിറ്റ് KP കറുപ്പനാണ്. ആര്യ സമാജം സ്ഥാപിച്ചതാണ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. യോഗക്ഷേമം സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാ? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാ? 2025 ചോദിച്ചിട്ടുള്ളത്. ആരാ? KG ശങ്കരപ്പിള്ളയാണ് കേട്ടോ. KG ശങ്കരപ്പിള്ളയ്ക്കാണ് എന്ത് കിട്ടിയത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2024 ആർക്കാ? NS മാധവനാണല്ലേ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് NS മാധവൻ. 2025 ചോദിച്ച KG ശങ്കരപ്പിള്ളയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാ? 46ാമത്തെ ക്വസ്റ്റ്യൻ. ആരാ? AP അനിൽകുമാറാണ് കേട്ടോ. റവന്യൂ AP അനിൽകുമാറാണ്. അപ്പോൾ AP അനിൽകുമാറാണ് റവന്യൂ വകുപ്പ് മന്ത്രി. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ നടൻ ആർക്കാ? ഡീലിറ്റ് നൽകിയിരിക്കുന്നത് മമ്മൂട്ടിക്കാണ് കേട്ടോ. മമ്മൂട്ടിക്കാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാരാണ്? മമ്മൂട്ടിയാണ്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അപ്പോൾ ആഭ്യന്തരമന്ത്രി ആരാ? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാ? അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും അല്ലേ? ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം. ഏത് വർഷം പാർലമെൻറ്റിൽ പാസ്സാക്കിയത്? 2000 ഒക്ടോബർ 17 കേട്ടോ. 2000 ഒക്ടോബർ 17 IT ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം. 50ാമത്തെ ക്വസ്റ്റ്യൻ. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളാണ് കേട്ടോ. ഫുട്ബോളാണ്. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളാണ്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. IT ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം 2000 ഒക്ടോബർ 17 ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് എന്താണ്? ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ് അല്ലേ. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അതേപോലെ മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാരാണ്? മമ്മൂട്ടിക്കാണ് അല്ലേ. മമ്മൂട്ടിക്കാണ് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചത്. അതേപോലെ AP അനിൽകുമാർ ആരാ? AP അനിൽകുമാർ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അതേപോലെ KG ശങ്കരപ്പിള്ള എന്താണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് KG ശങ്കരപ്പിള്ള എന്ന് പറയുന്നത്. അതേപോലെ പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ച താന പൊയ്കിലെ യോഹനാനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ആര്യ സമാജം ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. അതേപോലെ സാമ്പത്തികശാസ്ത്ര നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ സാമ്പത്തികശാസ്ത്ര നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അമർത്യ സെന്നാണ്. 1998. പിന്നീട് കിട്ടിയത് അഭിജിത്ത് ബാനർജിക്കാണ്. അഭിജിത്ത് ബാനർജിക്ക് ഏതാ വർഷം കിട്ടിയത്? 2019 അതേപോലെ വൈക്കം സത്യാഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? വഴി നടക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അതേപോലെ അതിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹം TK മാധവനാണ് അല്ലേ. അതേപോലെ അതുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ എന്ന് പറയുന്നത്. സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 അതുപോലെ 1947-48 കാലഘട്ടത്തിലാണ് എന്ത് നടന്നത്? പാലിയം സത്യാഗ്രഹം നടന്നത്. പിന്നെ പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരാണ്? C കേശവനാണ് അല്ലേ. C കേശവനാണ്. അതേപോലെ നടന്ന സ്ഥലം ഏതാ? ചെന്നമംഗലം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. പിന്നെന്താണ്? തെക്കേ ഇന്ത്യയിലകത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണല്ലേ. 51ാമത്തെ ക്വസ്റ്റ്യൻ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം ഏതാ? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം ഏതാണ്? വിയ്യപുരമാണല്ലേ. വിയ്യപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം എന്ന് പറയുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാ? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ V നാരായണനാണ് അല്ലേ. ഡോക്ടർ V നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ
കൊടുത്തവിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായതാട്ടോ ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന, ധമനിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാ? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. അപ്പോൾ ധമനി എന്താ ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ധമനിയാണല്ലേ. അപ്പോൾ അത് ശരിയാണ്. പിന്നെ ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, ഉള്ളിൽ വാൾവുകളൊന്നും എന്തിൽ കാണപ്പെടുന്നില്ല? ധമനിയിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ആൻസർ ബി ആണ് തെറ്റായ പ്രസ്താവന. അതായത് ധമനിയുടെ ഉള്ളിൽ എന്തില്ല? വാൾവുകളില്ല. പിന്നെ ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ്. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് എന്തിൽ? ധമനിയിൽ കേട്ടോ, ധമനിയിൽ. അതേപോലെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അപ്പോൾ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് എന്തൊഴുകുന്നത്? രക്തം ഒഴുകുന്നത്. ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധമനിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ആരാണ്? ധമനിയാണ്. ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ആരാണ്? സിരയാണ് അല്ലേ. അപ്പോൾ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന ധമനിയാണ്. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ്. അതേപോലെ ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, വാൾവുകളൊന്നും ധമനിയുടെ ഉള്ളിലില്ല. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും ഒക്കെയാണ് രക്തം ഒഴുകുന്നത്. പിന്നെ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്ന ഏതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലേ. റിക്കറ്റ്സിന് കാരണം വിറ്റാമിൻ ഡി ആണ് കേട്ടോ. വിറ്റാമിൻ ഡി ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഏത്? നെല്ലിൻ്റെ സങ്കര ഏതാണ്? ഗിരിജയാണ് കേട്ടോ. ഗിരിജ എന്തല്ല? നെല്ലിൻ്റെ സങ്കര ഇനമല്ല. പവിത്ര, ഹ്രസ്വ, ജയ ഇതെല്ലാം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. പവിത്ര, ഹ്രസ്വ, ജയ, പവിത്ര, ഹ്രസ്വ, ജയ ഇതെല്ലാം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതേപോലെ 56ാമത്തെ ക്വസ്റ്റ്യൻ, പെപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. തിരുവനന്തപുരം ജില്ലയിലാണ് പെപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ 57ാമത്തെ ക്വസ്റ്റ്യൻ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സ് എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. ഏത് പുസ്തകം? നിശബ്ദ വസന്തം അല്ലേ. നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ് ആര് പ്രസിദ്ധീകരിച്ചത്? റേച്ചൽ കാഴ്സൺ പ്രസിദ്ധീകരിച്ചത്. ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1962 എന്തിനു വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചു? എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ആരിൻ്റെ പുസ്തകത്തിലുള്ള റേച്ചൽ കാഴ്സൺ. ആ റേച്ചൽ കാഴ്സൻ്റെ പുസ്തകമാണ് പിന്നെ DDT പോലുള്ള നിരോധിക്കാൻ തന്നെ കാരണമായത് കേട്ടോ. അപ്പോൾ സൈലന്റ് സ്പ്രിംഗ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അതും ചോദിച്ചിട്ടുണ്ട്, സൈലന്റ് സ്പ്രിംഗ് എന്നും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നിശബ്ദ വസന്തം. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? തിനകളുടെ പിതാവ് ഗാദർ. ആൻസർ സി ആണ്. ഡോക്ടർ ഗാദർ വാലിയാണ് കേട്ടോ. ഡോക്ടർ ഗാദർ വാലി. അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നത്? തിനകളുടെ പിതാവ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ 59ാമത്തെ ക്വസ്റ്റ്യൻ, കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? കൊക്കൈൻ ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കൊക്കൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിത് കേട്ടിട്ടുണ്ടാവില്ലേ, ഈ ഫുട്ബോൾ താരങ്ങളൊക്കെ ഒരു തരം ലഹരിയാണ്. അപ്പോൾ ആ സംഭവം അല്ല, കൊക്കൈൻ ആസക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ്. പിന്നെ 60ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതാ? ന്യൂക്ലിയസ് പറഞ്ഞാൽ ഉള്ളിലുള്ള സംഭവത്തിൽ കാണുന്നത് എന്താ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ഏതൊക്കെയാണ്? ആറ്റത്തിൻ്റെ പ്രോട്ടോണും ന്യൂട്രോണും കേട്ടോ. പ്രോട്ടോണും ന്യൂട്രോണാണ്. പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഉള്ളിൽ കാണപ്പെടുന്ന വ്യക്തികളാണ് പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറയുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാ? ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത ശൂന്യതയിലൂടെയാണ് കേട്ടോ. ശൂന്യതയിലൂടെയാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത. ഇതിലൂടെയാണ്, ശൂന്യതയിലൂടെയാണ് അല്ലേ. അതേപോലെ 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. അതിലേതാ കൂട്ടത്തിൽ പെടാത്ത? ഏതാണ്? സ്ഥാനാന്തരമാണല്ലേ. സ്ഥാനാന്തരം എന്തുകൊണ്ട് കൂട്ടത്തിൽ പെടുന്നില്ല? സ്ഥാനാന്തരം സദിശ അളവാണ്. സദിശ അളവാണ്. പിന്നെ അതിന് എന്തുണ്ട്? ദിശയൊക്കെ ഉണ്ട് അല്ലേ. ദിശയുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്?
സദിശ അളവുകൾ എന്ന് പറയുന്നത്. അതേപോലെ സ്ഥാനാന്തരം, പ്രവേഗം, ബലം, ത്വരണം, ഭാരം ഇതെല്ലാം സദിശ അളവുകളാണ് കേട്ടോ. പിന്നെ അതിശ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ദിശയില്ല അവർക്ക്, അതിനെന്തുണ്ടാവില്ല? ദിശയില്ല. അങ്ങനത്തെയാണ് എന്തെന്ന് പറയുന്നത്? അതിശ അളവുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ദൂരം, സമയം, മാസ്. ദൂരം, സമയം, മാസ് അതെല്ലാം എന്താണ്? അതിശ അളവുകളാണ്. അതേപോലെ അലുമിനിയത്തിൻ്റെ അയിര് ഏതാ? അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണല്ലേ. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അതേപോലെ 64ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാ? ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഹൈഡ്രജൻ ആണ്. അതേപോലെ 65ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ് അല്ലേ. ആദിത്യ L1 ആണ്. അതേപോലെ 66ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്? നിസാർ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലുള്ളതാണ്? നിസാർ എന്ന് പറയുന്നത് നാസയും ISROയും കൂടിയിട്ടുള്ളത് കേട്ടോ. നാസയും ISROയും കൂടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നിസാർ എന്ന് പറയുന്നത്. അടുത്തത്, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വായുവിലൂടെയാണോ, വെള്ളത്തിലൂടെയാണോ, കൊതുകിലൂടെയാണോ, ഈച്ചയിലൂടെയാണോ, ഏതിലൂടെയാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? കൊതുകാണ് പരത്തുന്നത് അല്ലേ. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് ഈഡീസ് കൊതുകാണ് അല്ലേ. ഈഡീസ് കൊതുകാണ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുകിൻ്റെ പേരെന്താണ്? ഈഡീസ് കൊതുകാണ് കേട്ടോ. ഈഡീസ് കൊതുകാണ്. അതേപോലെ മലേറിയ പരത്തുന്ന കൊതുക്, ഫുള്ളും കൊതുകിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. മലേറിയ പരത്തുന്ന കൊതുക് ഏതാ? അത് അനോഫിലസ് കൊതുകാണ് കേട്ടോ. അനോഫിലസ് കൊതുകാണ് എന്ത്? മലേറിയ പരത്തുന്ന കൊതുക്. അനോഫിലസ് പിന്നെ പെണ്ണാണോ ആണാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെണ്ണാണ് കേട്ടോ. അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്? മലേറിയ പരത്തുന്നത്. അതേപോലെ മറ്റേ സിക്ക വൈറസും പെണ്ണെന്നെ കേട്ടോ പരത്തുന്നത്. അധികത്തിലും പെണ്ണെന്നെയാണ്. പിന്നെന്താണ് 70ാമത്തെ ക്വസ്റ്റ്യൻ, അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണ് അല്ലേ. ചിക്കൻ ബോക്സ് ആണ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണ്. മറ്റേത് മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കൂടും, പ്രഷർ ഉണ്ടാവും, പ്രമേഹം ഉണ്ടാവും, വിഷാദ രോഗത്തിലേക്കൊക്കെ പോവാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതൊക്കെയാണ്? പക്ഷാഘാതമുണ്ട്, ഫാറ്റ് ലിവർ ഉണ്ട്, ഹൃദ്രോഗമുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. മുകളിൽ പറഞ്ഞവ എല്ലാം ഉണ്ട്. ഡി ആണ് ആൻസർ. പിന്നെ ഫാറ്റ് ലിവർ പറഞ്ഞാൽ നമുക്ക് മിക്കവാർക്കും അറിയുന്നുണ്ടാവും, നമുക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാന്നുള്ളത്. പക്ഷാഘാതം, ഹൃദ്രോഗം സെപ്പറേറ്റ് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷാഘാതത്തിന് കാരണം എന്താ? എല്ലാം കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് തന്നെയാണ്. പക്ഷേ പക്ഷാഘാതത്തിന് കാരണം എന്താ? കൊഴുപ്പടിഞ്ഞു കൂടി എന്ത് ചെയ്യുന്നു? തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു. നമ്മളെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ടതാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷേ ഹൃദ്രോഗം രക്തധമനികൾ കൊഴുപ്പടിഞ്ഞു കൂടുന്നത്. അതായത് രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത്. ഇത് മൂന്നും സംഭവം എന്താണ്? കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് തന്നെയാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ ആൻസർ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം. ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുന്നതിന് കാരണമാകുന്ന ഒരു ജീവിതശൈലി ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം അല്ലേ. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. 73ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഏതാ? ആർദ്രം മിഷനാണല്ലേ. ആർദ്രം മിഷനാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാ? അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി ഏതാണ്? അനുയാത്ര. അനുയാത്ര എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ് സമഗ്ര പുനരധിവാസ പദ്ധതി. 76ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? അമിതമായ ഉപ്പ് കഴിക്കുന്നത് അല്ലേ. അതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് നമ്മുടെ ഈ ജീവിതശൈലി ശൈലിയുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 77ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബർ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്? എത്ര കുട്ടികളെയാണ്?
21 ലക്ഷം കുട്ടികളാണ് കേട്ടോ. 21 ലക്ഷം കുട്ടികളെയാണ് 5 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പോളിയോ കുത്തിവയ്പ്പ് എടുക്കണം. 2025 ഒക്ടോബർ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായിട്ട് പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. അപ്പോൾ എത്ര കുട്ടികളെയാണ്? 21 ലക്ഷം കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബർ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലൈഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? എവിടുന്നാണ്? UAE നിന്നുള്ള യാത്രക്കാരനാണ് കേട്ടോ. അതായത് 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് എന്ത് റിപ്പോർട്ട് ചെയ്തു? എംപോക്സ് ക്ലൈഡ് 1 എന്നുള്ള റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് എവിടെ നിന്നുള്ള യാത്രക്കാരനായിരുന്നു? UAE നിന്നുള്ള യാത്രക്കാരനായിരുന്നു. ഇതൊക്കെ കുറച്ച് ഡീപ്പ് കറണ്ട് അഫെയർ ആണ് അല്ലേ. നമുക്ക് ചിലപ്പോൾ മലപ്പുറത്തിന് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ UAE പോയി പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബർ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നതിൽ ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി. ഇതും NUSCRT ആണ്. നെഗ്ലേറിയ ഫൗലേറി. ഇതിൽ മിക്കതും NUSCRT തന്നെയാണ്. നെഗ്ലേറിയ ഫൗലേറി ആണ് കേട്ടോ. 80ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഡിലീറ്റ് ആക്കുമോ അതോ ആൻസർ ചേഞ്ച് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ബി ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ പത്രങ്ങളിലും അങ്ങനെ ഇതൊക്കെ വന്നിട്ടും പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴൊന്നും കിട്ടുന്ന ആൻസർ ഏതാണ്? കോൾഡ്രിഫ് സിറപ്പാണ് കേട്ടോ. കോൾഡ്രിഫ് സിറപ്പാണ് പിന്നെ നമ്മൾ ന്യൂസിലും കാര്യങ്ങളിലും പിന്നെ അതേപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കോൾഡ്രിഫ് സിറപ്പാണ്. ഇനിയിപ്പോൾ ഇത് ആൻസർ മാറ്റുമോ അതോ ഡിലീറ്റ് ചെയ്യുമോ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പിന്നെ മനസ്സിൽ വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് റിവൈസ് ചെയ്യാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമേറിയ അമീബ ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി അല്ലേ. നെഗ്ലേറിയ ഫൗലേറിയാണ്. അതേപോലെ എംപോക്സ് എവിടെ റിപ്പോർട്ട് ചെയ്തു? മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു. ഏത് വർഷമാണ്? 2025 ഒക്ടോബറിലാണ്. എവിടെ നിന്നുള്ള യാത്രക്കാരനായിരുന്നു? UAE നിന്നുള്ള യാത്രക്കാരനായിരുന്നു. അതേപോലെ പൾസ് പോളിയോ എന്ന് പറയുന്നത് ആർക്ക് വെക്കുന്നതാണ്? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെക്കുന്നതാണ് അല്ലേ. അപ്പോൾ 2025 ഒക്ടോബർ ലക്ഷ്യമിടുന്ന കുട്ടികൾ എത്രയാണ്? 21 ലക്ഷം കുട്ടികളെയാണ് പൾസ് പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നത്. പിന്നെ ജീവിതശൈലി അടിസ്ഥാന ശുചിശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? അമിതമായി ഉപ്പ് കഴിക്കുന്നത് അടിസ്ഥാന ശീലമല്ല. പിന്നെ അനുയാത്ര എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്? ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ്. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്? അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അതേപോലെ ആർദ്ര മിഷൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദപരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. അതേപോലെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി രോഗം ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമായേക്കാം. അതുപോലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പക്ഷാഘാതം ഉണ്ട്, ഫാറ്റ് ലിവർ ഉണ്ട്, ഹൃദ്രോഗം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ 3 ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഒരിടത്ത് ചോദിച്ചിട്ടില്ല. ജീവിതശൈലി രോഗമാണ്. ഫാറ്റ് ലിവർ നമുക്കറിയാം, കൊഴുപ്പടിഞ്ഞ് നമുക്ക് മിക്കവർക്കും ഉണ്ടാവുന്നതാവും. പക്ഷേ പക്ഷാഘാതം എന്ന് പറയുന്നത് എന്താ? എവിടേക്ക് കാരണതാ? പക്ഷാഘാതം തലച്ചോറിലേക്കുള്ള ഞരമ്പിൻ്റെ പ്രവർത്തനത്തെ കേട്ടോ. തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? പക്ഷാഘാതം എന്ന് പറയുന്നത്. അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഹൃദ്രോഗം എന്ന് പറഞ്ഞതോ? കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് എവിടെ കൊഴുപ്പടിഞ്ഞു കൂടുന്നു? രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട അസുഖമാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത്. അതേപോലെ അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദരോഗം, പ്രമേഹം എന്ന് പറയുന്നതൊക്കെ. പിന്നെ അനോഫിലസ് പെൺകൊതുക് പരത്തുന്നത് ഏതാ? മലേറിയ ആണല്ലേ. മലേറിയ പരത്തുന്ന ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. അതേപോലെ ഡെങ്കിപ്പനി പരത്തുന്ന ആരാണ്? കൊതുക് തന്നെയാണല്ലേ. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക് തന്നെയാണ്. പിന്നെ നിസാർ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലുള്ള പദ്ധതികളാണ്? നാസയും ISROയുമാണ് ചേർന്നിട്ടുള്ള പദ്ധതി, സംയുക്ത ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. അതേപോലെ ഉയർന്ന കലോറിക്ക് മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്.
പിന്നെ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അയിരാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ്. പിന്നെ അതേപോലെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്തളവാണ്? സദിശ അളവാണ് കേട്ടോ. സാന്ന് ഓർത്ത് വെച്ചാൽ സ്ഥാനാന്തരം സദിശ അളവാണ്. അതിൽ വേറെ ഉണ്ട് കേട്ടോ, സ്ഥാനാന്തരത്തിൽ വേറെ ഉണ്ട്. പിന്നെ അതേപോലെ ദൂരം, സമയം, മാസം എന്നൊക്കെ പറയുന്നത് എന്താണ്? അദിശ അളവുകളാണ്. പിന്നെന്താ? പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ശൂന്യതയാണ് അല്ലേ? പ്രകാശവേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയാണ്. പിന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. പ്രോട്ടോൺ, ന്യൂട്രോണും. അതേപോലെ കൊക്കൈൻ ആസക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാക്സിനൊക്കെ പുറത്തിറക്കിയല്ലോ, അത് ഏത് രാജ്യമാണ്? ബ്രസീലാണ് അല്ലേ? പിന്നെ തിനകളുടെ പിതാവ്, ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഖാദർ വാലിയാണ് അല്ലേ? ഡോക്ടർ ഖാദർ വാലിയാണ്. അതേപോലെ നമ്മുടെ റേച്ചൽ കാൾസൺ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, സൈലന്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 1962 എന്താണ് അതിൽ പ്രതിപാദ്യ വിഷയം? DDT പോലുള്ള കീടനാശിനികളെ കുറിച്ചിട്ടാണല്ലേ. അതേപോലെ പെപ്പാറ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഇർസാർ, ജയ എന്നൊക്കെ പറയുന്ന നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതേപോലെ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികൾക്ക് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് അല്ലേ. അതേപോലെ ധമനി എന്ന് പറയുന്നത് ധമനിയുമായി ബന്ധപ്പെട്ടത് ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. അതേപോലെ ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, വാൾവുകളൊന്നും കാണപ്പെടുന്നില്ല. അവിടെ എന്താണ്? കട്ടിയുള്ളതും ഇലാസ്തികതയുള്ളതുമായ ഭിത്തിയാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല? വാൾവുകളൊന്നുമില്ല. ഉയർന്ന പക്ഷേ സിരയിലുണ്ട് കേട്ടോ, വാൾവ് സിരയിലുണ്ട്. എന്തിലില്ല? ധമനിയിലില്ല. ഉയർന്ന വേഗതയിലും മർദ്ദത്തിലുമാണ് എന്ത് ഒഴുകുന്നത്? രക്തം ഒഴുകുന്നത്. അതേപോലെ ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. അതേപോലെ ആലപ്പുഴയിലെ ഏക റിസർവ് വനം എവിടെയാണ്? വിയ്യപുരത്താണ്. പിന്നെ സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ IT ആക്ട് പാസ്സാക്കിയ വർഷം 2000 ഒക്ടോബർ 17. അതേപോലെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് എന്താണ്? എന്തിനെതിരെയുള്ള പരിപാടിയാണ്? ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ്. അതേപോലെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് അല്ലേ. അതേപോലെ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല ആർക്കാണ് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചത്? മമ്മൂട്ടിക്കാണ് അല്ലേ. അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ നേരത്തെ റിവൈസ് ചെയ്തതാണല്ലോ. അപ്പോൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.